എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വെണ്ടക്കായയും 2 മുട്ടയും വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 400 ഗ്രാം വെണ്ടക്കായ ഉണ്ട്. അത് ഇതുപോലെ പീസുകളാക്കിയാണ് മുറിച്ചേക്കുന്നതാണ്. ഇത്രയും വലിപ്പത്തിലുള്ള പീസുകളാക്കി മുറിച്ചാണതാണ്. ഈ 2 മുട്ടയും അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി വെണ്ടക്കായ ആദ്യം ഒന്ന് അതിൻ്റെ ഞോളപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുന്നുണ്ട്. ഞാനൊരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഈ വെണ്ടക്കായ ഇട്ട് കൊടുക്കുകയാണ്. വെണ്ടക്കായയിൽ ഇപ്പം ഉപ്പും ഒന്നും ഇടണില്ല. ഇത്തിരി ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് വാട്ടിയാൽ നല്ലതാണ്. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് വെറുതെ ഇട്ടിട്ടാണ് വാട്ടുന്നത്. ഇതിൻ്റെ ഞോളപ്പ് പോകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. എന്നൊക്കെ കുറച്ച് ഞൊളപ്പൊക്കെ പോയിട്ടുണ്ട്. ഇതിന് ഭയങ്കര ഞൊളപ്പായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഞൊളപ്പായിരുന്നു. ഇപ്പോൾ അത് ഞൊളപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി അങ്ങോട്ട് ആവട്ടെ. വെണ്ടക്കയുടെ ഞൊളപ്പൊക്കെ നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ. ഇതിനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി കിടന്ന് വേവാനുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും ആയാൽ മതി. മുക്കാൽ ഭാഗം വാടിയിട്ടുണ്ട്, ഞോളപ്പം പോയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും ഞോളപ്പില്ല. ഞാൻ കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. വെണ്ടയ്ക്ക വെളിച്ചെണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. ഒരു 3-4 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. കുറച്ച് വേപ്പില. ഇത് 3 കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. വെണ്ടക്കയിലേക്കൊന്നും ഒട്ടും ഉപ്പിട്ടിട്ടില്ല, സവോളയിൽ ഇട്ടിട്ടില്ല. അപ്പോൾ സവോളയിലേക്ക് എല്ലാത്തിനും കൂടിയുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കണം. സവോള ഒന്ന് വാടട്ടെ. സവോള ഒരുവിധം വാടിയിട്ടുണ്ട് കേട്ടോ. അധികം മൊരിയേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യുകയും പറയുകയും അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടുകയൊക്കെ ചെയ്യുന്നതിൽ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്ക് ദേഷ്യം വെറുപ്പൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല. ഇത് ഇത്രയും മതി, അധികം വാടേണ്ട ആവശ്യമില്ല. ഇത്രയും പൊടികൾ, മുളക് പൊടി അര ടീസ്പൂണ്, ഇത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ, 1/4 ടീസ്പൂണ് കുരുമുളക്, ഇത് 3 കൂടി ഇട്ട് കൊടുക്കണം. പൊടികൾ മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ സൈഡിലേക്കൊന്നുമായിട്ട് നീക്കണില്ല. ഞാൻ മേളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. ചിക്കിയിട്ടാണ് ഇത് പൊരിക്കുന്നത്. ഇതിൻ്റെ മിക്സിങ് ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അധികം മുട്ട പൊടിക്കുന്നില്ല. ഒന്ന് കുഴഞ്ഞ രൂപത്തിലാക്കിയിട്ട് വെണ്ടക്കായ ഇട്ട് കൊടുക്കും. കുത്തിപ്പൊടിക്കണമൊന്നുമില്ല. മുട്ടയും എല്ലാം മിക്സായിട്ടുണ്ട്. ഞാൻ ഈ വാട്ടി വെച്ചേക്കണ വെണ്ടക്കായ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം.
വെണ്ടക്കായയിൽ ഉപ്പൊന്നും ഇട്ടേക്കണതല്ല, ഞാൻ മിക്സിയിൽ സവോളയിൽ എല്ലാത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഉപ്പും മുളകൊക്കെ വെണ്ടക്കായയിലൊന്ന് പിടിക്കട്ടെ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മുട്ടയും സവോളയും അതിൻ്റെ ഉപ്പും എരിവും എല്ലാം വെണ്ടക്കയിലും പിടിക്കണം. അടിപൊളി തോരനാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന തോരനാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്, വേറെ ഒരു കറിയും വേണ്ട. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. ഇതിനകത്ത് ഞാൻ പൊട്ടത്തരവും എന്തെങ്കിലും പറയണില്ല ചെയ്യണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇടണേലായാലും യൂട്യൂബിൽ ഇടണേലായാലും അടിപൊളി കറിയാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഇപ്പം ഞങ്ങൾ വൈകുന്നേരത്തെ കറിക്ക് ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു ചമ്മന്തി പോലും ആവശ്യമില്ല ഈ കറി. ഇങ്ങനൊരു തോരൻ ഉണ്ടാക്കിയ ഒന്നും ആവശ്യമില്ല. ഇത് ആയിട്ടുണ്ട്. ഇത് വെണ്ടക്കായ നല്ലോണം വാടിയതല്ലേ, അതുകൊണ്ട് ഇപ്പം എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മുട്ടയും വെണ്ടക്കയും വെച്ചിട്ടുള്ള തോരൻ. അടിപൊളി തോരനാണ് കേട്ടോ. വേറെ ചോറിന് ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കുക. എനിക്ക് എന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പൊട്ടത്തരങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഞാൻ ഒരുപാട് ഫ്ലവറും വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ലെമണിൻ്റെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.